നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കടുത്ത വേനൽ ഇതിൻ്റെ പേരിൽ നിരവധി മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ്. ദുബായ് നഗരങ്ങളിലെ 40ഓളം പ്രധാന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ വേനലിൻ്റെ ഭാഗമായിട്ട് നടത്താൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ട്. അടുത്ത സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ 40ഓളം പ്രധാന സ്ഥലങ്ങളിൽ ഉണ്ടാകുക എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചതായിട്ട് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി RTA അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. 22 പ്രധാന റോഡുകൾ, 9 സ്കൂൾ സോണുകൾ, 5 വികസന മേഖലകൾ, അൽ ഖവനീജ്, 2 നാദ് അൽ ഷെഹബ എന്നിവ ഉൾപ്പെടെയുള്ള ഉൾ റോഡ് വികസനം എന്നിവയാണ് ഇത്തരം പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുക. ജുമൈറ വില്ലേജ് സർക്കിൾ, ഹെസ സ്ട്രീറ്റിലേക്ക്, റാസ് അൽ ഖോർ റോഡ്, അതുപോലെ തന്നെ അൽ തന്യ സ്ട്രീറ്റ്, കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് സ്ട്രീറ്റ്, അൽ മെയ്ദാൻ സ്ട്രീറ്റ്, അൽ സാദ സ്ട്രീറ്റ്, അൽ അസയൽ സ്ട്രീറ്റ് എന്നിവിടങ്ങളാണ് നവീകരണത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന പ്രധാന റോഡുകൾ. അൽ വാസൽ സ്ട്രീറ്റിൻ്റെയും അൽ മനാര സ്ട്രീറ്റിൻ്റെയും തിരക്കേറിയ ജംഗ്ഷനിലെ മെച്ചപ്പെടുത്തലുകളും ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സ്കൂളുകൾക്ക് ചുറ്റുമുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തിരക്ക് കുറയ്ക്കുന്നതിനുമായി RTA 9 പ്രധാന സ്കൂൾ മേഖലകളെ നവീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അൽ വർഖ 1 സ്കൂൾ സമുച്ചയത്തിൽ പുതിയ റോഡുകൾ, അൽ വർഖ 3 GMS സ്കൂളിൽ ഒരു അധിക ബസ് പ്രവേശന കവാടം, അൽ സഫ 1 സ്കൂൾ ഇംഗ്ലീഷ് കോളേജിൽ സമീപത്തെ വികസനം, അൽ ബർഷ 1 അൽ സീദാഫ് സ്ട്രീറ്റിൽ ഒരു പുതിയ സിഗ്നൽ നിയന്ത്രിത കാൽനട ക്രോസിംഗ് എന്നിവയാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ ദുബായിലെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ മുൻനിർത്തി വികസന മേഖലകൾക്ക് പിന്തുണ നൽകാനും തീരുമാനിച്ചിരിക്കുന്നു. 5 പ്രധാന വികസന മേഖലകളിലെ ഗതാഗതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്ന് അൽ മുഹൈസ് ലേബർ ക്യാമ്പുകളിലേക്ക് പുതിയ നേരിട്ടുള്ള റൂട്ടും, അൽ മുസ്താബൽ സ്ട്രീറ്റിലേക്ക് പുതിയ റോഡുകളും, അൽ മറാബിയ സ്ട്രീറ്റ് വഴി അൽ ഖൈൽ റോഡിനും അൽ അസയാൽ സ്ട്രീറ്റിനും ഇടയിൽ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുള്ള റോഡുകൾ, ലൂത്ത മസ്ജിദിനും സമീപത്തുള്ള നാദ് അൽ ഹമറിലെ ജംഗ്ഷൻ മെച്ചപ്പെടുത്തലുകളൊക്കെ ഇക്കൂട്ടത്തിൽ പെടുന്നതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി വികസന പദ്ധതികൾ ഏകദേശം 40ഓളം പ്രധാനപ്പെട്ട മേഖലകളിലുള്ള നവീകരണമാണ് ഉടൻ തന്നെ നടത്താൻ പോകുന്നത് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്.